ഹായ് ഓൾ വെൽക്കം. ഇപ്പോൾ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസ് ആണ് ആദ്യം മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ ഷാജിദ ഷാജിയെ ആദ്യമായി കാണുന്നത് ഒരു മാസം മുമ്പ് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ ഇവർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഇവരാദ്യമായിട്ട് കാണുന്നത്. പിന്നെ കാണുന്നത് ഇന്നലെ ഒരു വീഡിയോയിലാണ് കേട്ടോ. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി ആ സ്ത്രീ തന്നെയാണോ ഈ സ്ത്രീ എന്നുള്ളത്. കാരണം ആ ചാനലിൽ ഇവരെ കാണുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. പക്ഷെ ഇവരുടെ ചാനലിൽ ഇവരെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ലൈക്ക് എനിക്ക് അവരെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം തോന്നി. അവരെന്നെയാണോ ഇവരെന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നി. അതിപ്പോൾ യൂട്യൂബിൽ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാത്ത വിധമായിരിക്കും. ഞാൻ വേറൊരു രീതിയിലല്ല കേട്ടോ പറയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാസം മുമ്പ് ഞാൻ അവരുടെ വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചു, 5 കുട്ടികളുമായി ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവരെ ചതിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഇവരെന്തോ ചിപ്സ് കമ്പനിയൊക്കെ കോയമ്പത്തൂർ നടത്തുകയായിരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ സഹോദരന്മാരുമായി പാർട്ട്ണർഷിപ്പിൽ നടത്തിയ ആ ചിപ്സ് ഷോപ്പ് എന്തോ ഭർത്താവിൻ്റെ സഹോദരന്മാർ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലാണ് ആത്മഹത്യക്ക് കാരണമായത്, കടം കൊണ്ടാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ആ വീഡിയോയിൽ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇവരെ പരിചയം. അപ്പോൾ ഇവരുടെ ചാനൽ റീച്ച് ആയതെന്ന് പറയുന്നത് മൊത്തത്തിലൊരു സഹതാപ തരംഗം വാരി വിതറിക്കൊണ്ടാണ്. മലയാളികൾക്ക് അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒരു കഷ്ടത പറയുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ആ രീതിയിലെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോട്ടെ. ഒരു വിധവയായ സ്ത്രീ, 5 മക്കളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ലൈക്ക് വീഡിയോ കണ്ടിട്ടെങ്കിലും അവരൊന്ന് സക്സസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയധികം. ഇപ്പോൾ അവർക്ക് 142K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു കഷ്ടതയും വിഷമങ്ങളും ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്കൊരു അനുകമ്പയും സഹതാപം ഒക്കെ തോന്നിയിട്ടാണ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇവരൊന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇവരുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ളത്. അത് ഇവരുടെ കണ്ടന്റ് ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല. അവർ സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നതെന്നുള്ളൊരു കാര്യം മാത്രമാണ് അവർ ആ വീഡിയോയിൽ ചെയ്യുന്നത്. അല്ലാതെ വലിയ കണ്ടന്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവർ ആ വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ അതായത് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് പിച്ച എടുത്തൂടെ, ലൈക്ക് ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം, അതായത് സമൂഹത്തിൽ എത്തണം, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊരു വിശദീകരിച്ച് പഠിച്ചതിന് ശേഷമാണ് ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അല്ലാതെ ഇത് മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടുവിഷയത്തിലേക്ക് എത്തി നോക്കുന്നതല്ല. നിങ്ങളൊക്കെ എന്താണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത് അതിനെയാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്ത്രീ അതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഈ രീതിയിൽ പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കണമെന്ന് തോന്നി. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊന്നും ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. ജനങ്ങളുടെയൊക്കെ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്, അല്ലാതെ നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ടല്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെയുള്ള കഷ്ടതകളൊക്കെ പറയുമ്പോൾ ഇത് കണ്ട് റിയാക്ഷൻ വീഡിയോ ചാനലുകൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മഴവിൽ കേരളം പോലെയുള്ള ചാനലുകളിൽ നിങ്ങൾ പറഞ്ഞ കഥ കേട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത 1-2 ചാനൽസ് ഉണ്ട്. ഇറ്റ്സ് മീ കൈസ്, പിന്നെ മായാസ് വ്ലോഗ് തുടങ്ങിയ ചാനലുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെ തെരഞ്ഞു വന്ന ജനങ്ങളുണ്ട്. അപ്പോൾ ആ ജനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ച രീതി അത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. പിന്നെ നിങ്ങളുടെ കേസ് മൊത്തത്തിൽ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അത് മൊത്തത്തിലൊരു സത്യം പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ നാറ്റക്കേസാണെന്നുള്ളത്. വലിയൊരു കുടുംബ പ്രശ്നമാണത്. ഇപ്പം നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ വഴിക്ക് ലൈക്ക് നിയമപരമായ സഹായം തേടിക്കൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ശരിയുമായി തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമാതിരി കുടുംബ വിഷയങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടേക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നം കേൾക്കുമ്പോൾ ലൈക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരി പറഞ്ഞ വീഡിയോ ക്ലിപ്പ് അതൊക്കെ
യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ വാസ്തവമില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്തു എന്നൊക്കെ. ഇതിൽ സത്യം ഉണ്ടോ സത്യമില്ലേ എന്നൊന്നും നമുക്കറിയില്ല, നമുക്ക് അറിയാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കുമ്പോൾ അപവാദങ്ങളാണോ ശരിയാണോ നമുക്കറിയില്ല, എങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായ സഹായം തേടി നിങ്ങളത് പ്രൂവ് ചെയ്യും. നിങ്ങളെന്തായാലും ആ രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുക. അതായത് നിങ്ങൾ അടിമയായിട്ട് ഓച്ചാനിച്ച് നിൽക്കണം എന്നല്ല, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തത് കാണാനിടയായി. അതിൽ നിങ്ങൾ എന്തൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിവാഹം കഴിച്ചത് എന്തെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയായിരുന്നു. നിങ്ങൾ പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ മഹർ എടുത്ത് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ മഹർ, ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കണ്ട, ഞാനിനി വിധവയല്ല. ലൈക്ക് അങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം, ബട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഹംഭാവം തന്നെയാണ് മനസ്സിലാക്കുകയുള്ളൂ, നിങ്ങൾ എത്രത്തോളം അഹങ്കാരിയാണെന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നല്ല രീതിയിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കുട്ടികളെ നോക്കുക. ഈ അനാവശ്യമായ വിഷയങ്ങളിൽ റിയാക്ട് ചെയ്ത് ലൈക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കുക. അവരേതോ യത്തീംഖാനയിലൊക്കെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്, കാശ് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ അനാവശ്യമായി വാക്കുതർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഇതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾ തന്നെ കൊണ്ടിടുന്നത് തന്നെയാണ് നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നിർത്തുക. യൂട്യൂബ് എന്ന് പറയുന്നത് ലൈക്ക് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് വരുമാന മാർഗമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ വന്നിട്ട് വെല്ലുവിളികൾ നടത്തുക, തർക്കങ്ങൾ നടത്തുക, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾ നിങ്ങളെപ്പോലുള്ള വേറൊരു സ്ത്രീയെ ചാനൽ പൂട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയുടെ താഴെ. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും. അപ്പോൾ ഒരേ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒരാളെ താറടിച്ച് എനിക്ക് മാത്രമേ സഹായം കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് രക്ഷപ്പെടാൻ പാടുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തൂ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ലൈക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ തെണ്ടി ജീവിക്കുന്നവരാണെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളാരും തന്നെ ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ സഹായം ജനങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുറച്ചെങ്കിലുമൊക്കെ മാനിക്കുക, വില വയ്ക്കുക, നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുക.